ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘം ബെല്ലാരിക്ക് പിന്നാലെ ബംഗളൂരു ശ്രീരാംപുരയിലെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലെത്തി അന്വേഷണ സംഘം തെളിവെടുക്കുകയാണ്. ബംഗളൂരു പോലീസിന്റെ സഹായത്തോടെ സ്ഥലത്തെത്തിയ കേരള പോലീസിന്റെ വാഹനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയില്ല. M കമലാണ് വിവരങ്ങളുമായുള്ളത്. കമൽ, അവിടെ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുമ്പോൾ സംഘത്തിൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം പരിശോധന നടക്കുകയുമാണ്. എന്താണ് സംഭവം? അഭിലാഷ്, ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ, അതായത് കോത്താരി മാൻഷൻ എന്ന ശ്രീരാംപുരയിലെ ഫ്ലാറ്റിൻ്റെ 4ാം നിലയിലുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് കേരള പോലീസിലെ SITയിലെ 4 ഉദ്യോഗസ്ഥരുള്ളത്. അതോടൊപ്പം കർണാടക പോലീസിലെ 2 ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ബംഗളൂരുവിൽ സംഘം താമസിക്കുന്ന സ്ഥലത്ത്, കർണാടക പോലീസിൻ്റെ ക്യാമ്പ് ഹൗസോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അവിടെ പോറ്റിയുണ്ട്, അവിടെ മറ്റുദ്യോഗസ്ഥരോടൊപ്പം പോറ്റിയുണ്ട്. പോറ്റിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രൊസീജിയർ പൂർത്തിയാക്കുക തന്നെയാണ് ഈ സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. മഹസർ എഴുതുക ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റേഷനൊക്കെ നടക്കുന്നുണ്ട്. മുകളിൽ അല്പസമയമായി അവർ 9:15 എത്തിയതാണ്. ഫ്ലാറ്റിൽ 1 മണിക്കൂറാകുന്നു. ഇന്നലെ ഈ അന്വേഷണ സംഘം നേരെ പോയത് ബെല്ലാരിയിലേക്കാണ് എന്ന് നമുക്ക് ഇന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നേരെ ബെല്ലാരിയിൽ പോയി ആ സംഘത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് തന്നെയാണ് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വർണം അവിടെ നിന്ന് വീണ്ടെടുത്തതായി നമ്മൾ രാവിലെ വാർത്ത നൽകിയിരുന്നു. ആ സ്വർണം വീണ്ടെടുത്തതിന് ശേഷം ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ബംഗളൂരുവിൽ തിരിച്ചെത്തിയത്. അവിടെ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് 4 ഉദ്യോഗസ്ഥർ ഈ ശ്രീരാംപുരയിലെത്തുന്നു. ആദ്യം അവർ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമെത്തി. അതിൻ്റെ 100 മീറ്റർ മാറിയാണ് ഈ അപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അവിടെ നിന്ന് അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. കർണാടക പോലീസിൻ്റെ സഹായത്തോടുകൂടി അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ പ്രവേശിച്ചു. 4ാം നിലയിലെ അപ്പാർട്ട്മെൻറ്റിനുള്ളിലാണ് ഇപ്പോൾ ഈ സംഘമുള്ളത്. ഇനിയുള്ള പ്രൊസീജിയർ എന്താണെന്ന് വ്യക്തമല്ല. പോറ്റിയെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ ഒരു തെളിവെടുപ്പാണെങ്കിൽ ഈ ആദ്യ സംഘത്തിൻ്റെ ഒപ്പം തന്നെ പോറ്റിയെ കൊണ്ടുവരാമായിരുന്നു. ഒരുപക്ഷെ പോറ്റിയെ കൊണ്ടുവരാതെ ഇവിടുത്തെ പ്രൊസീജിയർ പൂർത്തിയാക്കുകയാണോ എന്ന് വ്യക്തമല്ല. പോറ്റി ബാംഗ്ലൂരിൽ തന്നെയുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. അടുത്തത് ഇനി സംഘത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് വ്യക്തമല്ല. ചെന്നൈയിലും ഹൈദരാബാദിലും പോകേണ്ടതുണ്ട്. ഇവിടെ നിന്ന് ഒരുപക്ഷെ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്കായിരിക്കും പോവുക. എന്തായാലും ബംഗളൂരുവിലെ നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ അവർ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ബെല്ലാരിയിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം 4 ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ പ്രൊസീജിയർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീരാംപുരയിലെ അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. M കമൽ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.